കണ്ടത്. പിന്നെ നമുക്ക് അവരുടെ ഗോളിലേക്ക് വരാം. ഇതെന്ന് പറഞ്ഞാല് ബേസിക് മിസ്റ്റേക്ക് ആണ്, സ്കൂൾ ബോയ് എറർ എന്ന് പറയും. കാരണം നമ്മൾ കുഞ്ഞ് നാളില് സ്കൂളിൽ കളിക്കുന്ന ഭാഗത്ത് അന്ന് ആ ഒരു ടൈമിൽ പോലും ഇത് വലിയ എററാണ്. അതായത് ഒരു ബോൾ നമ്മൾ ഡിഫൻസിൽ കളിക്കുമ്പോൾ ആ ബോൾ ഒരിക്കലും ബൗൺസ് ചെയ്യാനായിട്ട് അനുവദിക്കാൻ പാടില്ല. കാരണം അത്രയും ഇതിൽ വരും. ഇപ്പം ഷോ ഉണ്ട്, കൂടെ ഇപ്പുറത്ത് ലിസാൻഡ്രോ മാർട്ടിനസും ഉണ്ട്. അപ്പം ബോവനാണ് അത് കിട്ടുന്നത്. അത്രയും ബോൾ ഹൈയിൽ വരുമ്പോൾ അത് ബൗൺസ് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. ഹെഡ് ചെയ്ത് അപ്പോഴേ കളയുക. അഥവാ ഹെഡ് ചെയ്തത് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് മാർട്ടിനസ് ഉണ്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ആ ബോള് ബൗൺസ് ചെയ്യാൻ അനുവദിച്ചു, അവിടെ നിന്നിട്ട് വീണ്ടും ബോവൻ അത് എന്താ പറയാ സ്ട്രെങ്ത് ഉപയോഗിച്ച് ഷോയിനെ ഇതാക്കിയിട്ട് ബോൾ ഫ്ലാങ്കിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് കൊണ്ടുവരുന്നു. ആ ഫ്ലാങ്കിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള മെയിൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോവാണ്. അപ്പൊ ആ കൂട്ടത്തില് മാർട്ടിനസ് ഉണ്ട്. മാർട്ടിനസ് ചെയ്യേണ്ടിരുന്ന പറഞ്ഞാൽ മാർട്ടിനസ് സ്ട്രെയിറ്റ് ആ ബോവന്റെ കൂടെ പോയിട്ട് ആ ബോള് അവിടുന്ന് അകത്തേക്ക് പാസ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് കൂടെ പോയി പ്രസ് ചെയ്യേണ്ടിരുന്നതിന് പകരം മാർട്ടിനസ് അവിടെ പോയിട്ട് വീണ്ടും ഡിഫൻസിലേക്ക് തിരിച്ചു വരുവാണ് ചെയ്തത്. അപ്പൊ അപ്പോഴത്തേന് അവിടുന്ന് കുറെ ടൈം കിട്ടി ബോവൻ അത് ബോളുമായിട്ട് കൊണ്ടുവരാനായിട്ട്, അകത്തേക്ക് പാസ് ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടി. സോ മാർട്ടിനസ് അവിടെ ബുദ്ധി ഉപയോഗിച്ച് അറ്റ്ലീസ്റ്റ് പോയി പ്രസ് ചെയ്യണം, ബിക്കോസ് ഹി നോസ്. അപ്പൊ അത്രയും ടൈം ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫൻസ് ബാക്കിയുള്ള ആൾക്കാർ ബാക്കിലേക്ക് ഓടിയെത്തും, അത് ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സമയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഹി ബാക്കിലേക്ക് വന്നു. അവിടുത്തെ പ്ലെയർ അത്രയും ടൈം എടുത്ത് കൊണ്ടുവന്നിട്ട് അകത്തേക്ക് പാസ് വന്നു. സോ ആ രണ്ട് മിസ്റ്റേക്സ് ആണ് ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗോളിൽ അവസാനിച്ചത്. അതായത് ബോൾ ബൗൺസ് ചെയ്യാൻ സമ്മതിച്ചു, പിന്നെ മാർട്ടിനസ് പോയിട്ട് പ്രസ് ചെയ്തതിന് പകരം ബാക്കിലേക്ക് വന്ന് അവർക്ക് ബോള് അകത്തേക്ക് പാസ് ചെയ്യാനായിട്ടുള്ള അവസരവും ഒരുക്കി എന്നുള്ളതാണ്. പിന്നെ ഈ ഗെയിമിന്റെ മൊത്തത്തിൽ എനിക്ക് തോന്നിയിരുന്നാൽ അറ്റ്ലീസ്റ്റ് നമുക്ക്